അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി ചേട്ടന്റെ കോളേജിലെ ഗ്രാജുവേഷൻ പോകാട്ടോ. അപ്പൊ ചേട്ടൻ MA ആട്ടോ ചെയ്തത്. അത് MA കോളേജിലാണ് ചെയ്തത്, മാനേജ്മെന്റ് കോളേജിൽ. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല മഴയാട്ടോ. റെയിൻകോട്ടിലാണ് നിന്ന് താമസിക്കും. ഇപ്പോൾ ഓൾറെഡി അവിടെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിവിടെ റെഡ് അലേർട്ട് ആയിരുന്നു. അപ്പോൾ നല്ല മഴയായിരുന്നു രാവിലെ തൊട്ട്. ഒന്ന് മഴ കുറഞ്ഞിട്ട് പോകാന്നുള്ള രീതിയിലിരിക്കുകയായിരുന്നു. അവിടെ ചെന്നിട്ട് ബാക്കി പറയാം. അപ്പോൾ ചേട്ടൻ പഠിച്ച കോളേജ് എന്ന് പറഞ്ഞാൽ MA കോളേജിലാട്ടോ. ഞാൻ അവിടെയാട്ടോ ഡിഗ്രി ചെയ്തത്. ഞാൻ പഠിച്ചത് MAയിലും ചേട്ടൻ പഠിച്ചത് എൽദോമാറിലും കേട്ടോ. അപ്പോൾ ആ കോളേജിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫുഡ് കൊടുത്തതിന് ശേഷമാണ് പ്രോഗ്രാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 12:45 കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ലഞ്ചിന് ശേഷമാണ് ഫംഗ്ഷൻ. ഇപ്പോൾ ലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളത് ഞാൻ കോളേജ് എന്നിട്ട് പറയാം. അപ്പോൾ ഞങ്ങളിവിടെ വന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ താമസിച്ചു കേട്ടോ. പിള്ളേരൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏതാ പിള്ളേരൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാട്ടോ കോളേജ്. അത് കോളേജിൽ എത്തി. അമ്മ വന്നുള്ളൂ. വാ ഫുഡ് ചെയ്യണം. ഇതിൽ പോയാൽ മതി. നേരെ പോയിട്ട് അങ്ങോട്ടെന്ന് പറഞ്ഞത്. ഞാൻ പഠിച്ച കോളേജ് കേട്ടോ. മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആ സൈഡിലാണ്. പിള്ളേരൊക്കെ ഗ്രാജുവേഷനിൽ ഇരിക്കാനുള്ള അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ കൗണ്ടറിന് 130. കൗണ്ടർ തീ എത്തി കേട്ടോ. വാ അങ്ങോട്ടൊന്നും എടുക്കണ്ട. ചാടും എടുക്കാം. മതി ബിരിയാണി കേട്ടോ. അച്ചാറുണ്ട്, ചിക്കനുണ്ട്. കോളിഫ്ലവർ ചിക്കൻ വേണ്ട. ഞാൻ ഫുഡ് ഫിനിഷ് ചെയ്തു കേട്ടോ. അമ്മ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ചുണ്ട് തുറച്ചാളാം. അമ്മ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ഒരു ഐസ്ക്രീമും കിട്ടിയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടു. ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ കേട്ടോ. ഒരു സാധനം പറഞ്ഞ കേൾക്കണം കേട്ടോ. ഞാൻ കഴിച്ചത് ചിക്കൻ ബിരിയാണി കേട്ടോ. അമ്മ വെജായിട്ടാണ് കഴിച്ചത്. ഞാൻ വെജ് കണ്ടില്ലായിരുന്നു കേട്ടോ. ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആക്ച്വലി കോളേജിൽ നിൽക്കുമ്പോൾ നൊസ്റ്റാൾജി അടിക്കുന്നത് കേട്ടോ. ഞാൻ പഠിച്ച കോളേജ് കേട്ടോ. എൻ്റെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഏരിയയിൽ കേട്ടോ. ഞാൻ അതിൽ പോകുമ്പോൾ കാണിച്ചു തരാം. അക്രമം പരിപാടിയായിരുന്നല്ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. ഇതൊക്കെ ദൂരമില്ലായിരുന്നു കേട്ടോ. ഞാൻ പഠിക്കുന്ന കുറേ നല്ല സ്ക്വയർ കണ്ടോ. അവിടെയൊക്കെ ഓരോരോ സാധനങ്ങൾ നട്ടിട്ട് അങ്ങോട്ട് ഇപ്പുറത്തൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. സെൻറ്ററിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചുറ്റുമുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്ക് നമ്മളെ കാണാൻ പറ്റില്ലായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ എന്താ പറഞ്ഞത്, സെൻറ്ററിലൊക്കെ പോയി നിന്ന് പ്രൈവസി കിട്ടുമായിരുന്നു കേട്ടോ. പ്രൈവസി എന്ന് ഉദ്ദേശിച്ച് വേറെ ഒന്നും അല്ല കേട്ടോ. ടീച്ചർമാർ കാണാണ്ട് അവിടെ പോയി നിൽക്കാം. അങ്ങനെയാട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് ആ കൗണ്ടറിലേക്ക് കേട്ടോ വന്ന്. അവിടെ ഫുഡില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ വഴിയാട്ടോ പോകുന്നത്. നേരെ ആകുമ്പോൾ അവിടെ കേട്ടോ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ്. മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും ഒരു അമ്മയ്ക്കൊരു പേടി സ്വപ്നമായിരുന്നു കേട്ടോ. കണക്കറിയില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. ഞാൻ വായിക്കാനെ പഠിപ്പിച്ചായിരുന്നു. കാരണം അമ്മയ്ക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അല്ലേ? എനിക്ക് ഒരുപാട് എന്താ പറഞ്ഞത്, അവാർഡ്സ് കിട്ടിക്കൊണ്ടൊരു സ്ഥലമായിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. സങ്കടം അക്രമം പരിപാടിയായിരുന്നു. ഞാൻ ബി എസ് സി മാത്തമാറ്റിക്സ് ആയിരുന്നു കേട്ടോ. രസമാണ്. അന്ന് കുട്ടികളെ പോലെ ആയിപ്പോയി കേട്ടോ പറയണേ. ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. കാരണം മഴ കാരണേ ഞാൻ അതുകൊണ്ട് POP ഇടാട്ടോ എൻ്റെ. അതെ ഇവിടെ ഉണ്ടായിരുന്നോട്ടോ ഫുഡ്. ഇവിടുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പൂട്ടിയിട്ട് വെക്കുക, പേടിക്കണ്ട. അപ്പം ഇതാട്ടോ ഞങ്ങൾ പഠിച്ച ഡിപ്പാർട്ട്മെൻറ്റ് മാത്സ്. ഫസ്റ്റ് ഇയർ അതായിരുന്നു, സെക്കൻഡ് ഇയർ ഇതായിരുന്നു, തേർഡ് ഇയർ അതായിരുന്നു കേട്ടോ. അല്ല, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒന്നിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് മൂന്ന് സെപ്പറേറ്റ് ആക്കി തോന്നണം. എങ്ങനെയാണെന്തോ കാരണം എല്ലാവരും പോസ്റ്റാട്ടോ. അവിടെ അപ്പുറത്തോട്ട് പോകാൻ ഒരു വഴിയില്ല. അവിടെ ഉള്ളവരെ കൂടെ കയറി പോകേണ്ടി വരും. അപ്പോൾ നമ്മളെ കോളേജിൽ നിന്ന് കയറിയിട്ട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കൂടി വന്നു കേട്ടോ. ഇവിടെ പിള്ളേരെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. മേടിക്ക് ഇവിടെ മൊത്തം സിനിമ പാട്ടാട്ടോ. കേട്ടോ. അപ്പം എല്ലാവരും എഴുന്നേറ്റ് കേട്ടോ. കാണാൻ പറ്റുന്നില്ല. MLA ഉണ്ട് കേട്ടോ. പിന്നെ ഇത്രയും പേരും കേട്ടോ. മാർ അത്തനേഷ്യസ് കോളേജ്
നമ്മുടെ നാടിൻ്റെ അഭിമാനമായി. Figures and academic credentials to hang on a wall. It has been the crucible where you learned how to think, how to question, and how to adapt when life refuses to follow the syllabus. I first appreciate your efforts for hard work, discipline, sacrifice, your time management, your willpower. മുടിഞ്ഞ് ഇംഗ്ലീഷ് പ്രസംഗമായിരുന്നു കേട്ടോ. ഇപ്പോൾ പരിപാടി തുടങ്ങുമ്പോൾ അപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കുമെന്ന് ആലോചിക്കണം. കേട്ടോ എങ്ങനെ നമ്മൾ വീഡിയോ എടുക്കണം, എങ്ങനെ വീഡിയോ എടുക്കണം. ഇപ്പോൾ PhD എടുക്കുന്ന പിള്ളേരുടെ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. പരിപാടി കഴിഞ്ഞില്ല കേട്ടോ, എല്ലാവരും കൊടുക്കണം കേട്ടോ. ചേട്ടൻ നിൽക്കണം ആ ഭാഗത്താണ്. ചേട്ടൻ്റെ ആയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നോട്ടോ. അല്ലാണ്ട് അവിടെ ഈ കഥാമ്മ ഒരു പോസ് കിട്ടത്തില്ലേ, ഇറങ്ങി വരുമ്പോൾ എടുക്കാൻ പാടില്ല. എടുക്കാം, എല്ലാവരും എടുത്തിരിക്കും. ചേട്ടൻ്റെ ക്ലാസ് ടീച്ചർ കേട്ടോ പുള്ളി. ചേട്ടൻ വല്ലോ. Ahora. Shilpa B. എനിക്കാ വെച്ചോ. സെറമണി കഴിഞ്ഞു കേട്ടോ. സർട്ടിഫിക്കറ്റ് കിട്ടി. ചേട്ടനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അവള് ഫോട്ടോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. ഫോട്ടോ എടുത്ത് ഏകദേശം നല്ല മഴയുണ്ട്, ഒച്ച കിട്ടുമെന്ന് അറിയത്തില്ല. ചേട്ടനുണ്ട് കേട്ടോ. ചാടിക്കാൻ പോകുന്ന പരിപാടി കേട്ടോ. ചാടിക്കാൻ പാ. ചായ റെഡിയായാലും ചായയും കാപ്പിയും കിട്ടി കേട്ടോ. കൂപ്പണൊക്കെ കൊടുക്കണ്ടോ? എന്നാലേ ചായയും കാപ്പിയും തരത്തുള്ളൂ. എന്നാ ഉള്ളതെന്ന് നോക്കി, തുറന്നു നോക്കി. ചായയും കായ പിടിക്കാം. തുറന്നു നോക്കി. എന്നാ കടി കേക്കുവാ. തൊളയിട്ടാട്ടോ എടുക്കണം. ആ കാണിച്ചേ. കേക്കും സമോസയും. ആ ഓക്കെ. പിന്നെ ഒരു കേക്കുണ്ട്, സമൂസയുണ്ട്. അമ്മ അവിടെ വെച്ചല്ലോ. രണ്ട് കൂപ്പണല്ലേ ഉണ്ടായിരുന്നല്ലോ, പിന്നെ അങ്ങനെ 3 വെട്ടി കിട്ടിയ കൂപ്പൺ ആദ്യം കൊടുത്ത സ്ഥലത്ത് കൊടുത്തില്ല കേട്ടോ. രണ്ടാമത്തെ ടിപ്പർ ഒന്ന് വീണ്ടും ചായ പിടിക്കട്ടോ. അവിടെ നിന്ന് ആദ്യം എടുത്തുകൊണ്ട് വന്ന് വന്നിട്ട് ഇവിടെ വന്നെടുത്തു. പൊതിയിലെ ബഹളാട്ടോ അവിടെ. ചെറിയൊരു ട്രക്ക് പ്രയോഗിച്ചാട്ടോ. ഒരാളുടെ സഹായം വെക്കാൻ പറ്റൂല കേട്ടോ. I understand that my knowledge is my power. With character and integrity, to promote unity, integrity,
അപ്പോൾ പരിപാടി കഴിഞ്ഞു കേട്ടോ. ചേട്ടന് സർട്ടിഫിക്കറ്റ് കിട്ടി, ഞങ്ങൾക്ക് 2 സ്നാക്സ് കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാണ്. ബൈ ബൈ. അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം. അതുവരെ ബായ്.